നല്ലൊരു വെയിൽ ഉദിച്ചപ്പോ അങ്ങനെ ഓടി വന്നതാണ്. ഇങ്ങനെ ഓടി വരാന്ന് വിചാരിക്കണേ, എന്നും ചെയ്യണ പണി തന്നെയാണല്ലോ അത്. അപ്പൊ ആദ്യം കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടായിരുന്നു. അതൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ടു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു 3 ജോഡി തുണികളാണ് ഇട്ടതൊക്കെ. രണ്ടുപേർക്കും കൂടി ഇത്ര അധികം ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നമ്മൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് മാറി ഉണ്ടാക്കിയതാണ്. എന്തായാലും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ എല്ലാം കൂടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. മെയിൻ കാര്യം ഇതാണ് കേട്ടോ, കുറച്ച് അടിച്ചുകാരി ചപ്പും ചവടൊക്കെ കൂടി കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതങ്ങനെ കൂടി കിടക്കണു. എന്നാ പിന്നെ അതൊന്ന് കത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ വെയിൽ കണ്ടപ്പോ തുള്ളിച്ചാടി ഇങ്ങോട്ട് വന്നത്. ഓണപ്പോക്കിലൊക്കെ ട്രൈപോഡും ഫോണും പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്തെ ചിഞ്ചും മിനിയാൻ്റെ ഒക്കെ നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ ഈ അടിച്ചു തരണത്. ഇന്നും വീടിന് ഫ്രണ്ടിൽ പോയിട്ടല്ലേ ചൂല് കൊടുത്ത് പ്രഹസനം കാണിക്കാറ്. ഇന്ന് എനിക്ക് ബാക്കിലാണ് കേട്ടോ പണി കിട്ടിയേക്കണത്. ഇങ്ങനെ അടിച്ചു വാരി എല്ലാം കൂടെ അപ്പുറത്ത് കിടക്കണമെന്ന് നോക്കണ്ട, അവിടെ ഇനി ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാ ചപ്പും ചവടും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ചൂല് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കുറച്ച് അടിക്കാണ്ട്. രാത്രിയൊക്കെ മഴ പെയ്യണോണ്ടേ നല്ല പോലെ അങ്ങോട്ട് നനവുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇന്നലെ രാത്രി ഒന്നും മഴ പെയ്യാത്തോണ്ട് കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി. എന്നാ പിന്നെ അങ്ങനെ കത്തിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് വെയിൽ കണ്ടപ്പോ ഇറങ്ങിയത്. വെറുതെ അവിടെ പോയിട്ട് വേസ്റ്റ് ഇട്ട് കത്തിക്കുക ഒരു രസമില്ലല്ലോ. എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് വൃത്തിയിൽ കത്തിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് വൃത്തിയായിട്ട് കിടന്നോളൂല്ലോ. അതാണ് എന്റെ ഉദ്ദേശം. തൊട്ട് മുന്നേ ഞാനിങ്ങനെ തീയിട്ട് കളിക്കണ നേരാട്ടോ വലിയൊരു ഏതോ ഒരു പാമ്പൊക്കെ വന്ന് അവിടെ കിടന്നു. അപ്പൊ ഞാൻ അവിടെ ചുറ്റും നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തീപ്പെട്ടിയൊക്കെ എടുത്തിട്ടാ വന്നേക്കണ്. ആകെ ഒരു കൊള്ളിയും വെച്ചിട്ടാട്ടോ കളിക്കുന്നത്. ദീപങ്ങളെയും വിളിച്ചിട്ട് അതൊന്ന് കത്തിച്ചു. ഉള്ളിക്കേന് പോവാൻ മടിയായിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കത്തിപ്പോ എല്ലാ തുണികളും കുറച്ച് വേസ്റ്റ് ഉള്ള തുണികളൊക്കെ ഇട്ടാണെന്നു അതൊക്കെ ഞാൻ എടുത്ത് കത്തിക്കാട്ടു കേട്ടോ. പച്ചക്കോട്ടയിൽ കത്തിക്കാനുള്ള വേസ്റ്റ് ആണെങ്കിൽ കറുത്തുകോട്ടയിൽ മുഴുവൻ പ്ലാസ്റ്റിക് സാധനങ്ങളാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവറുകളൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് കെട്ടി വെക്കാറുണ്ട് കേട്ടോ. എന്റെ കറുത്തക്കോട്ടയിലത്തെ കുറച്ച് കവറുകളും പിന്നെ അതാ പുറത്തും കുറച്ചിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ എല്ലാം കൂടെ അങ്ങ് കൂട്ടി കെട്ടി അവിടെ ബാക്കിൽ കൊണ്ട് വെക്കാന്ന് വെച്ചപ്പോഴാട്ടോ അവിടെ വേറെ ഒരു കെട്ട് കിടക്കണം. എല്ലാം കൂടി കൂട്ടി കെട്ടി വെച്ചപ്പോഴാട്ടോ വേറൊരു കവർ കണ്ടത്. അത് ഞാൻ എത്രയോ കാലം മുന്നേ ഇവിടെ കൂട്ടി വെച്ചേക്കണതാണ്. വേറൊന്നല്ലടാ, തയ്ച്ചിട്ടേ ബാക്കി ഉണ്ടാവണ തുണികളില്ലേ തലോണ ഉണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പഴുതാരം എന്തൊക്കെയോ കൂടി കിടക്കണു. അങ്ങനെ ഞാൻ അത് കൊണ്ടൊന്ന് തീയിലിട്ടു. വല്ല പാമ്പുണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടായില്ല. നോക്കാൻ പേടിച്ചിട്ടാട്ടോ അതിൽ കൊണ്ടിട്ടത്. അങ്ങനെയാണെങ്കിൽ ഓടിപ്പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി. ഇനി ഉള്ളിലുള്ള കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ചുതരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്ന് ചെയ്യണ പോലെ തന്നെ തുടയ്ക്കാണ്ടായിരുന്നു. അടിച്ചുവാരി ഇട്ടിട്ടാ വന്നത്. അപ്പൊ പിന്നെ തുടക്കല്ലേ വേണ്ടു. അങ്ങനെ ഈ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടട്ടാ. അവിടെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കൊണ്ടുവച്ചേക്കണത്. അങ്ങനെ ദാ ഇവിടെ തുടച്ചു. പിന്നെ ദാ ഹോളിലും എല്ലായിടത്തും തുടച്ചെടുക്കുന്നുണ്ട്. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു പണിയും കൂടി തീർത്തിട്ട് വേണം ഞാൻ കഴിക്കാന്ന് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കറിയുണ്ട് കേട്ടോ. അതാണ് മെയിൻ കാര്യം. ഈ പണിയും കൂടെ തീർത്തിട്ട് വേഗം ഓടിപ്പോയി ചോറ് കൊടുത്തു കൂട്ടാ. നല്ല വെച്ച അടിപൊളി ചെമ്പല്ലി കറി ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചത്. പിന്നെ മുതിരുപ്പേരി, ബീൻസ് ഉപ്പേരി, പിന്നെ സോയാബീൻ ഫ്രൈയും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് പാലും പൂട്ടി ഇറങ്ങുക കേട്ടോ. എന്റെ സിമ്മ് അന്ന് പറഞ്ഞില്ലേ അതിന്റെ ഓഫീസിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കയറി ശരിയായി ഒന്നുമില്ല. ഒരിക്കൽ അരിപ്പിയും ബൂസ്റ്റൊക്കെ മേടിച്ചിട്ടാട്ടോ വരവ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.